സൃഷ്ടികർത്താവായ ബ്രഹ്മാവിന്റെ കോട്ടുവായിൽ നിന്ന് ജനിച്ചവൻ എന്നാണ് ജാംബവാനെ വിശേഷിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഭൂമിയിലെ ആദ്യത്തെ ജീവികളിൽ ഒരാളാണ് അദ്ദേഹം. കേവലം ഒരു കരടിയല്ല അദ്ദേഹം, മറിച്ച് അറിവിന്റെയും കരുത്തിന്റെയും പര്യായമായ വൃക്ഷരാജാവാണ്. സമുദ്രതീരത്ത് നിസ്സഹായനായി നിൽക്കുന്ന ഹനുമാൻ സ്വാമി തന്റെ ശക്തിയെക്കുറിച്ച് തനിക്ക് തന്നെ അറിവില്ലായിരുന്ന നിമിഷം. അവിടെയാണ് ജാംബവാൻ എന്ന മാർഗദർശിയുടെ പ്രസക്തി. നീ സാധാരണക്കാരനല്ല ഹനുമാൻ, നിന്റെ വേഗത വായുവിനേക്കാൾ വേഗത്തിലാണ്, നിന്റെ കരുത്ത് ഈ പ്രപഞ്ചത്തെ വിറപ്പിക്കാൻ പോന്നതാണ്. ജാംബവാന്റെ ഈ വാക്കുകൾ കേട്ടപ്പോഴാണ് ഹനുമാൻ സ്വാമി തന്റെ വിശ്വരൂപം പ്രാപിച്ചതും കടൽ ചാടിക്കടന്നതും. ജാംബവാൻ അവിടെ ഇല്ലായിരുന്നുവെങ്കിൽ രാമായണ കഥയുടെ ഗതി മറ്റൊന്നാകുമായിരുന്നു. ഭൂമിയെ മുഴുവൻ പ്രദക്ഷിണം ചെയ്യാൻ കഴിയുന്നത്ര വേഗതയും ആനകളേക്കാൾ കരുത്തും വലിയ ജ്ഞാനവും അദ്ദേഹത്തിന് സ്വന്തമായി ഉണ്ടായിരുന്നു. യുദ്ധകളത്തിൽ ലക്ഷ്മണൻ ബോധരഹിതനായപ്പോൾ ഹിമാലയത്തിലെ ഔഷധങ്ങളെക്കുറിച്ച് ഹനുമാന് കൃത്യമായ നിർദ്ദേശം നൽകിയത് ജാംബവാനാണ്. കൂടാതെ അദ്ദേഹം വലിയൊരു വൈദ്യൻ കൂടിയായിരുന്നു. യുഗങ്ങൾ മാറി മറിഞ്ഞിട്ടും വാർദ്ധക്യം അദ്ദേഹത്തിന്റെ ശരീരത്തെ ബാധിച്ചിരുന്നില്ല. കാലം പോലും അദ്ദേഹത്തിന് മുന്നിൽ വഴിമാറി നിന്നു. ത്രേതായുഗം കഴിഞ്ഞ് ദ്വാപരയുഗത്തിലും ജാംബവാന്റെ സാന്നിധ്യമുണ്ട്. ഭഗവാൻ ശ്രീകൃഷ്ണനുമായി അദ്ദേഹം നടത്തിയ യുദ്ധം വളരെ പ്രശസ്തമാണ്. പ്രപഞ്ചനാഥനായ ശ്രീകൃഷ്ണൻ പോലും ജാംബവാന്റെ കരുത്തിന് മുന്നിൽ അത്ഭുതപ്പെട്ടുപോയി. ഒടുവിൽ ഒരു മുഷ്ടി യുദ്ധത്തിനിടയിൽ ശ്രീകൃഷ്ണന്റെ സ്പർശനമേറ്റപ്പോഴാണ് താൻ യുദ്ധം ചെയ്യുന്നത് തന്റെ പ്രഭുവായ ശ്രീരാമനോട് തന്നെയാണെന്ന് ജാംബവാൻ തിരിച്ചറിഞ്ഞത്. തുടർന്ന് ആ സെമന്തക മണി അദ്ദേഹത്തിന് നൽകുകയും തന്റെ മകളായ ജാംബവതിയെ കൃഷ്ണന് വിവാഹം ചെയ്ത് നൽകുകയും ചെയ്തു. ലോകാവസാനം വരെ ധർമ്മം കാക്കാൻ നിയോഗിക്കപ്പെട്ട സപ്ത ചിരഞ്ജീവികളിൽ ഒരാളാണ് ജാംബവാൻ. കലിയുഗത്തിന്റെ അവസാനം ഭഗവാൻ കൽക്കി അവതാരമെടുക്കുമ്പോൾ അദ്ദേഹത്തിന് വഴികാട്ടിയായി യുദ്ധതന്ത്രങ്ങൾ ഉപദേശിക്കാൻ ജാംബവാൻ വീണ്ടും വരുമെന്നാണ് വിശ്വാസം. കാലങ്ങളേറെ മാറിയിട്ടും ജാംബവാൻ ഇന്നും ഹിമാലയ സാനുക്കളിൽ എവിടെയോ ധർമ്മ സംരക്ഷണത്തിനായി തപസ് അനുഷ്ഠിക്കുന്നു എന്ന് കരുതപ്പെടുന്നു. ഭക്തിയും ശക്തിയും ഒരുപോലെ ഒത്തുചേർന്ന ആ പുരാണ പുരുഷൻ ഇന്നും വിവേകത്തിന്റെയും സമർപ്പണത്തിന്റെയും ഉത്തമ മാതൃകയായി നമുക്ക് മുന്നിലുണ്ട്. ജാംബവാന്റെ ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യൂ. ഓം നമോ ഭഗവതേ വാസുദേവായ.